ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ ഒരു റാൻഡം ഡേയ്സ് ഇൻ മൈ ലൈഫ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഏകദേശം ഒരു മാസം മുന്നേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ 2-3 മാസമായിട്ടുണ്ട് കേട്ടോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പൊ ഇനി മുതൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് വരാം. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് ഒരു കോഫി ഒക്കെ ഉണ്ടാക്കാം. ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആൻഡ് കാം ആയിട്ടാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും ചെറുതായിട്ടൊരു ജലദോഷം തുമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനൊരു കോൾഡ് കോഫി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കോഫി ഉണ്ടല്ലോ ശരിക്കും ഒരു ബെസ്റ്റ് വേ തന്നെയാണ് കേട്ടോ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ എന്റെ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ റൂം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെസ്കിലാന്നുണ്ടെങ്കിൽ എന്റെ ഉള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡെസ്കിന്റെ മുകളിലുള്ള വാൾ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ പ്രിന്റ് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്തതാണ്. ആവുമ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. ഇന്ന് പാൻ കേക്ക് ആട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ കുറെ നാളായിട്ട് പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് സോ ഐ തോട്ട് ടു മേക്ക് എ പാൻ കേക്ക്. വീട്ടില് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കുന്നത് കൊണ്ടും പിന്നെ കുറെ നാളായി പാൻ കേക്ക് കഴിച്ചിട്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതിൽ മിക്സ് ചെയ്യുന്ന സാധനങ്ങളുടെ ഫുൾ ക്ലിപ്സും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. മെയിനായിട്ട് സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് ഫുൾ ഡിലീറ്റ് ചെയ്യാനായിരുന്നു പണി. അങ്ങനെ ഒരു വിധത്തിലാട്ടോ ഞാൻ ഈ ഒരു മോർണിംഗ് വ്ലോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പാൻ കേക്ക്. അങ്ങനെ സംസാരിച്ച് നമ്മളുടെ ബാറ്ററി സെറ്റ് ആയിട്ടുണ്ട്. ഇനി അത്ര പണിയൊന്നുമില്ല. ചൂടായ പാനിലോട്ട് ഓരോ സ്പൂണായിട്ട് നമ്മൾ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുക്കായിട്ട് വരുമ്പോൾ അത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കര ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഭയങ്കര ടേസ്റ്റും ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ വീഡിയോ ഇട്ട ദിവസം മുതൽ ഒരു 3-4 ദിവസം നമുക്ക് കോളേജിൽ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇനി വീഡിയോസ് ഒക്കെ ഇടാം. അങ്ങനെ പാൻ കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കണ വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് സ്റ്റോറേജ് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴാട്ടോ ഈ ഒരു ഫേഷ്യൽ മാസ്കിന്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇത് ഞാൻ അബുദാബി പോയ ടൈമിൽ മിനിസോന്ന് മേടിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ ഏതൊക്കെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. ഈ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഈ ഫോണില് റീൽസ് ഒക്കെ വെറുതെ സ്ക്രോൾ ചെയ്യുന്ന കാണും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു ദിവസം വ്ളോഗ് എടുത്തത് തന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനൊക്കെ തോന്നും. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലപോലെ എൻഗേജ്ഡ് ആവുകയും ചെയ്യും. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ കുറച്ച് അടിപൊളി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി ഫേസ് മാസ്ക് സെറ്റ് ആവുന്ന ടൈമിൽ നമുക്കിനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ചാംലി ഡോട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് കേട്ടോ അവരുടെ പേജിൽ സാധനങ്ങളൊക്കെ സെല് ചെയ്യുന്നത്. ഇതിന് ശേഷം ഞാൻ ഇവരുടെ പേജിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം. ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ബാങ്കിളാണ്. ഈ ഒരു ബാങ്കിൾ ഉണ്ടല്ലോ ഞാൻ കുറേ ആലോചിച്ചിട്ടാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ കൈയാണെന്നുണ്ടെങ്കിൽ ചെറിയ കൈയാണ്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മേടിക്കാനായിട്ട് ഇത്ര ലാഗായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇട്ടപ്പോൾ നല്ല അടിപൊളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു എലഗൻ ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഇതൊരു ആന്റി ടാർണിഷ്ഡ് ജ്വല്ലറിയും കൂടിയാണ് കേട്ടോ. ഇത് പെട്ടെന്നൊന്നും കളർ കാര്യങ്ങളൊന്നും പോവില്ല ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തേക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസം കഴിഞ്ഞിട്ട് ഒരു 10 days കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോളേജിൽ സെം എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. മെയിനായിട്ട് സ്റ്റോറേജ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഒന്ന് വ്ളോഗ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോ ഞാൻ ശരിക്കും ഒരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആയിട്ടാട്ടോ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ സ്റ്റോറേജ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ്, അതേപോലെ ബെഡ്ഷീറ്റ്, പെൻഗ്വിൻ എല്ലാം ഒരു മൊത്തത്തിലൊരു പേസ്റ്റൽ ബ്ലൂമായി ആയതുകൊണ്ട് തന്നെ നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു എസ്തെറ്റിക് വൈബ് ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഫേസ് മാസ്ക് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫേസ് ഒക്കെ ഒന്ന് റിലാക്സ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ ഞാൻ അന്നത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം.
ഇത് നെക്സ്റ്റ് ഈവനിങ് ആണ്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഒന്ന് പുറത്ത് പോവാണ്. പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഫേൽക്കാട്ടാ പോണത്. കുറേ നാളായിട്ടുണ്ട് കഫേൽക്കൊക്കെ ഒന്ന് പോയിട്ട്. പിന്നെ അവിടുന്ന് നേരെ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് ബീച്ചിലേക്ക് ഒന്ന് പോകണം. ഞാൻ എപ്പോൾ പുറത്ത് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ താഴെ സിസ്റ്റർ ആട്ടോ എപ്പോഴും എൻ്റെ കൂടെ വരാറുള്ളത്. അവൾക്ക് എൻ്റെ പോലെ പുറത്ത് പോകാനും അതേപോലെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഗുരുവായൂരുള്ള ബീൻമഗ് എന്ന് പറഞ്ഞൊരു കഫേൽക്കാണ്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാമാണ്. അതുപോലെ തന്നെ നമ്മളെ ബെസ്റ്റ് വൺസിനായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത ടൈമിൽ നമ്മൾ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോഫിയുടെ ലെയർ കൊണ്ട് നല്ല രസമല്ലേ കാണാൻ. ഇവിടെ നമ്മൾ വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ലോഡഡ് ഫ്രൈസും അതേപോലെ ഐസ്ഡ് കോഫിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോഡഡ് ഫ്രൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കോഫി കുറച്ച് കയ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര കാമായോണ്ട് തന്നെ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവര് ബീച്ചിലെത്തി എന്ന് പറഞ്ഞിട്ട്. റോഡ് ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് ഇങ്ങനത്തെ കുറച്ച് വ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ബീച്ചിലോട്ട് പോകുന്നത്. അവിടെ പോയ ടൈമാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഫ്രണ്ട്സിനായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. കുറെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു 6 മണി 6:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് നല്ലൊരു അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.